ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശ സുരേഷ്. സ്പെക്ട്ര ഡെക്കറിന്റെ പുതിയൊരു ഇന്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരുള്ള പേരാമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളുടെ രമണി മാഡത്തിന്റെയും വിനോദ് സാറിന്റെയും വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡൻ ഷെയ്ഡും ഒരു വൈറ്റ് കോമ്പിനേഷനും മിക്സ് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ആ ഒരു ഡീപ്നെസ്സിലേക്ക് ഇറങ്ങി ചെന്ന് ഇൻറ്റീരിയർ ചെയ്ത ഒരു വീടാണിത്. ഇവിടെ ടോട്ടലി യൂസ് ചെയ്തിരിക്കുന്നത് ടീക്ക് ഷെയ്ഡ് വിത്ത് വൈറ്റ് ഗ്ലോസി ലാമിനേറ്റ് ആണ്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ വേറെ ഒരു കോമ്പിനേഷനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സസ്പെൻസ് ഞാൻ നിർത്തുന്നില്ല, കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഒരു ഫോർമൽ ലിവിങ്ങിലാണ്. ഇവിടെ ഈ ഫോർമൽ ലിവിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടലി ഫോർമൽ ലിവിങ്, ഡൈനിങ്, കിച്ചൺ, അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങും എല്ലാം കൂടി ഒരു ക്ലബ് ചെയ്യുന്ന രീതിയിലാണ് ഒരു ത്രൂ ഔട്ട് ഒരു ഹോള് പോലെയാണ് ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ നമ്മൾ ഇൻറ്റീരിയർ വെച്ച് പാർട്ടീഷനൊക്കെ കൊടുത്ത് ഡിവൈഡ് ചെയ്ത് ഓരോ പോർഷനും ഓരോ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫോർമൽ ലിവിങ്ങിൽ നമ്മളൊരു 5 സീറ്റിംഗ് വിത്ത് കോർണർ ആയിട്ടുള്ള ഒരു സോഫ സീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ജൂട്ട് ഫിനിഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് തന്നെ കോംബോ ആയിട്ടൊരു സെൻറ്റർ ടേബിളിൻ്റെ ഗ്ലാസ് വിത്ത് വുഡ്, കെയിൻ ഷീറ്റും കൂടി മിക്സ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡൈനിങ്ങും ഫോർമൽ ലിവിങ്ങിനെയും കൂടി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ക്ലോസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പാർട്ടീഷനാണ്. അതായത് CNC ഡിസൈനും അതുപോലെ ആ ഒരു വുഡൻ ടച്ചും കൂടി വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു പാർട്ടീഷനോട് ചേർന്ന് തന്നെ ഈ സോഫയുടെ ബാക്ക് സൈഡ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്ചർ ഗ്ലോസി ലാമിനേറ്റ് വെച്ചിട്ട് സീലിംഗിലേക്ക് ഒരു പാനലിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ചെറിയ ഷെൽഫ്, ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ട് ക്യൂരിയോസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസ് ഷെൽഫും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഈ ഒരു ഫോർമൽ ലിവിങ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സീലിംഗിൽ ചെറിയ രീതിയിലുള്ള ഒരു വുഡൻ ലാമിനേറ്റ് സീലിംഗും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ഫോർമൽ ലിവിങ് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു പൂജാ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പൂജാ യൂണിറ്റിൻ്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു വാൾ പേപ്പർ കൊടുത്ത് അതിലൊരു വോം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൂജ യൂണിറ്റിൻ്റെ ഡോറിനാണെന്നുണ്ടെങ്കിലും ഓമും ആ ഒരു ഗണേഷിൻ്റെ ഇതും ബെല്ലും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിതിൽ നമ്മളുടെ പൂജ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വെക്കാനും ആ ഒരു ടോട്ടലി ഒരു പൂജ സ്പേസ് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിയിൽ സ്റ്റോറേജും പിക്ചേഴ്സ് നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള എല്ലാ രീതിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ ബാക്കിലായിട്ട് ആ വിഗ്രഹത്തിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു CNC ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് പൂജ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നമ്മൾ ഡൈനിങ് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും വേണം. എന്നാൽ ഇവിടുത്തെ സ്പേസ് ഒട്ടും തന്നെ പോകാനും പാടില്ലാത്ത രീതിയിൽ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ടൈപ്പാണ്. അപ്പോൾ മാക്സിമം ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു കോമൺ ഏരിയയുടെ ആ ഒരു സ്പേഷ്യസ് ഫീല് അതുപോലെ തന്നെ നിലനിർത്താനായിട്ടും ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ കിച്ചണിലേക്കുള്ള ആ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും. കിച്ചണും അതേപോലെ തന്നെ ഡൈനിങ്ങും കൂടി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ വിത്ത് സ്റ്റോറേജ്, ക്രോക്കറി ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിച്ചൺ ഈ വീട്ടിലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത്. ഇതിനെ ഒരു ഐലൻഡ് കിച്ചൺ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഐലൻഡ് കിച്ചൺ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് അക്രലിക് ഫിനിഷാണ്. ഫുള്ളി അക്രലിക് കൊടുത്തിട്ട് അതിൽ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വുഡൻ ലാമിനേറ്റ് വെച്ചിട്ടാണ് ഓപ്പൺ യൂണിറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സ്പ്ലാഷ് ടൈലുണ്ട്. അതൊരു മാക്സിമം കളർഫുൾ ആവുന്ന രീതിയിൽ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സ്പ്ലാഷ് ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു കിച്ചനെ വളരെയധികം മനോഹരമാക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹുഡ് ആൻഡ് ഹോബ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ 3Dയിൽ എന്താണോ ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ സെലക്ട് ചെയ്ത് ആ ഒരു ഡിസൈൻ എത്രത്തോളം ഇതിലേക്ക്
രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ ഒരു രീതിയിലെല്ലാം കോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ആൻഡ് ഹോം ആണെന്നുണ്ടെങ്കിലും സിങ്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടുത്തെ ഓരോ ഇപ്പോൾ ഫോസെറ്റ് ആണെങ്കിലും എല്ലാം വളരെ ഡിഫറെൻ്റ് ആകുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൽ സിങ്ക് ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന രീതിയിലല്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ വേണമെന്ന് നമ്മളുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ 3D ചെയ്തു. ആ 3D ഫോളോ ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് എല്ലാം തന്നെ ഹെറ്റിച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. ഹെറ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. പിന്നെ സോഫ്റ്റ് ക്ലോസ് മെക്കാനിസം ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് നോക്കി അറിയാം. ഇപ്പോൾ പ്ലെയിൻ ബാസ്ക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റ് ആണ് വരുന്നത്. പിന്നെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ യൂണിറ്റ് ഇതിൽ റാക്കുകളായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അപ്പർ യൂണിറ്റിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ഓപ്പൺ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വൈറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ഓപ്പൺ യൂണിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ കിച്ചൺ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡ് 710 BWP ഗ്രേഡ് മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തം ഗോള പ്രൊഫൈലാണ്. ഗോള പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഹാൻഡിലിൻ്റെ ഫിനിഷിങ് അല്ലെങ്കിൽ ആ ഹാൻഡിലിൻ്റെ എന്താ പറയുക ആ ഒരു ഭംഗി കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ കൺസീൽഡ് ഫ്രിഡ്ജ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെയും മാഡത്തിൻ്റെയും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കൺസീൽഡ് ആയിരിക്കണം. അപ്പോൾ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിലും ഓവൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം കൺസീൽഡ് ആണ്. ആ ഒരു ടൈപ്പിലുള്ള കിച്ചണാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഈ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് ഫ്രിഡ്ജാണ് അല്ലെങ്കിൽ ഏതാണ് ഓവൻ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ സെയിം ബ്രാൻഡ് തന്നെ വെച്ചിട്ട് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രൊഡക്ഷൻ്റെ സമയത്ത് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ കിച്ചൺ മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫിനിഷിങ്ങിലാണ്. അതായത് കംപ്ലീറ്റ്ലി ആക്രിലിക് ഫിനിഷാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഐലൻഡ് കിച്ചൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐലൻഡ് കിച്ചൺ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചൂടോടെ കൂടി ദോശ ചുടുമ്പോൾ അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ കൊടുക്കുന്ന ഒരു രീതിയിലുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ കറിയൊക്കെ അരിയാനുള്ള ഒരു രീതിയിലാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ മൾട്ടിപർപ്പസ് ടേബിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കിച്ചൺ ചെയ്യുമ്പോൾ രമണി മാഡം ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഈ ഒരു ഭാഗത്ത്, അതായത് കിച്ചണിൽ നിൽക്കുമ്പോൾ നല്ല വെളിച്ചവും അതുപോലെ തന്നെ പുറത്തേക്കുള്ള വ്യൂവും മാക്സിമം കിട്ടുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത് ഈ ഒരു ഭാഗത്ത് ഗ്ലാസിൻ്റെ വിൻഡോ കൊടുക്കാം. ദെൻ ഇവിടെ ഒരു പച്ചപ്പൊക്കെ ഉള്ള ഒരു രീതിയിൽ നല്ല ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈബ് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കിച്ചണും ആ ഒരു ആംബിയൻസും എല്ലാ രീതിയിലും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഫിനിഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് UPVC ഡോറാണ്, സ്ലൈഡിങ് ഡോറാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഡോർ ഓപ്പൺ ചെയ്ത് നല്ല വെന്റിലേഷനും നല്ല കാറ്റും വെളിച്ചവും ഒക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറും. പിന്നെ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കേർട്ടൻ ബ്ലൈൻഡ്സിൽ തന്നെയാണ് കേർട്ടൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചൻ്റെ ഹൈലൈറ്റ് ചെയ്യാൻ വേറൊരു ഈ ചെടികളൊക്കെ വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പോട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു MS വർക്കിൻ്റെ രീതിയിൽ MS-ലാണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. MS-ൽ പാർട്ടീഷൻ ചെയ്തിട്ട് അതിൽ ഗോൾഡൻ പെയിൻറ്റ് PU പെയിൻ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു പാർട്ടീഷന് വേണ്ടി. മാത്രമല്ല ഡിവിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വുഡ് ഷെയ്ഡാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മൊത്തം വുഡ് ഷെയ്ഡും സെഞ്ചുറി ലാമിൻ്റെ 444 എന്ന് പറയുന്ന ഷെയ്ഡാണ്. പിന്നെ ആക്രിലിക് ഫിനിഷുമാണ് ഈ കിച്ചണിൽ ടോട്ടലി നമ്മൾ എടുത്തിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത്. വൈറ്റ് ആക്രിലിക് ആണ് നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്നത്. നമ്മൾക്ക് ഇതിനോട് തന്നെ ചേർന്നിട്ടാണ് നമ്മളുടെ വർക്കിംഗ് കിച്ചൺ ഉള്ളത്. ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്തേക്കുന്ന മൊത്തം ഫിനിഷസും വൈറ്റിൽ തന്നെയാണ്. പക്ഷേ ഇത് നോർമൽ ഗ്ലോസി ലാമിനേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. HD ലാമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലോസി ആണെന്നുണ്ടെങ്കിൽ പോലും നല്ല ഹൈ ഗ്ലോസ് ആയിരിക്കും, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ലാമിനേഷൻ വെച്ചിട്ടാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡിഷ് വാഷർ ഉണ്ട്, അതുപോലെ തന്നെ ആക്സറീസ് ഉണ്ട്, പിന്നെ സിങ്കിൻ്റെ യൂണിറ്റ്, അതിൽ ഡസ്റ്റ്ബിൻ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലും നമ്മളൊരു ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് 90യുടെ ഹുഡ് ആൻഡ് ഹോബ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 ബർണർ ഹുഡ് ആൻഡ് ഹോബ്, അതിൻ്റെ തൊട്ട് താഴെ തന്നെ കട്ട്ലറി അതേപോലെ തന്നെയുള്ള ആക്സറീസ് വെക്കാനുള്ള യൂണിറ്റ്സും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് 90യുടെ തന്നെ കട്ട്ലറി യൂണിറ്റ് ആണ്.
പിന്നെ സെക്കൻഡ് റോയിൽ വരുന്നത് പ്ലെയിൻ ബാസ്ക്കറ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഒരു ഈ ഹുഡ് ആൻഡ് ഹോബിന്റെ അണ്ടറിൽ കൊടുക്കുന്ന യൂണിറ്റിൽ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് മസ്റ്റ് ആയിട്ട് വേണമെന്നാണ് ഞാൻ പറയുക. കാരണം എല്ലാ രീതിയിലും ഇപ്പോൾ പ്ലേറ്റ് ആയാലും ചെറിയ പ്ലേറ്റ് ആയാലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പാത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഏറ്റവും അടിഭാഗത്ത് ആസ് യൂഷ്വൽ നമ്മൾ പ്ലേറ്റ് ബാസ്ക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്ലേറ്റുകളും നമുക്ക് അതിൽ യൂട്ടിലൈസ് ചെയ്യാം. അതിനോട് തൊട്ട് തന്നെ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഒരു കാര്യമാണ് ഓയിൽ പുൾ ഔട്ട്. ഇപ്പോൾ ഈ ഓയിൽ പുൾ ഔട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇതിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഏറ്റവും കൂടുതൽ കുക്കിംഗ് നടക്കുക വർക്കിംഗ് കിച്ചണിലായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം വർക്കിംഗ് കിച്ചണിൽ ആക്സസറീസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം ആക്സസറീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സിങ്ക് ഉണ്ട്, സിംഗിൾ ബൗളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അണ്ടർ സിങ്ക് ആണ് ഫിൽറ്റർ. എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഈ അണ്ടർ സിങ്കിൽ കൊടുക്കുന്ന നമ്മളുടെ ഈ പ്യൂരിഫയർ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് അണ്ടർ സിങ്ക് പ്യൂരിഫയർ ആണ്. കാരണം എന്താ വെച്ചാൽ സ്പേസ് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ ഈ സിങ്കിൻ്റെ അടിയിൽ വേറൊന്നും നമ്മൾ പ്രത്യേകിച്ച് വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അണ്ടർ സിങ്ക് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുമാത്രമല്ല നമുക്ക് കാണാൻ പുറത്തൊരു ഈ പ്യൂരിഫയർ വെക്കുന്ന ആ ഒരു വൃത്തികേട് നമുക്ക് ഒഴിവാക്കിയിട്ട് നീറ്റായിട്ട് ഇരിക്കാനും അതൊരു ഹെൽപ്ഫുൾ ആണ്. ഇതിൻ്റെ മുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ടോപ്പിംഗ് ആണ്. G7 ക്വാളിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സ്പ്ലാഷ് ടൈലായിട്ട് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈല് തന്നെയാണ് ഇവിടത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു നിഷിന് നമ്മൾ 444 വുഡൻ ഷെയ്ഡ് ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹാൻഡിലിന് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോഡയുടെ ഒരു മാറ്റ് ഫിനിഷാണ് ഹാൻഡിൽ വന്നിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കിച്ചണിൽ നമ്മൾ ഗോള യൂസ് ചെയ്തു, വർക്കിംഗ് കിച്ചണിൽ നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മളുടെ കിച്ചൻ്റെയും വർക്കിംഗ് കിച്ചൻ്റെയും വിശേഷങ്ങളൊക്കെ. നമുക്കിനി മെയിൻ അതായത് ഫാമിലി ലിവിങ്ങിലേക്ക് പോവാം. നമ്മളുടെ ഫാമിലി ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഒരു TV യൂണിറ്റും അതുപോലെ തന്നെ അതിനുള്ള ഒരു സിറ്റിങ്ങും തൊട്ടടുത്ത് തന്നെ ഒരു സിറ്റിംഗ് കൗച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ TV യൂണിറ്റ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇവിടുത്തെ കോമൺ ഷെയ്ഡായിട്ടുള്ള വുഡ് 444 എന്ന് പറയുന്ന ടീക്ക് ഷെയ്ഡും അതുപോലെ തന്നെ വൈറ്റ് ഗ്ലോസി ലാമിനേറ്റും മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടുത്തെ TV യൂണിറ്റ് എടുത്തിട്ടുള്ളത്. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സോഫ സീറ്റിംഗ് ആണ്. ഇവിടെ ജൂട്ട് ഫിനിഷ് ആണ് സോഫ സീറ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ടേബിളായിട്ട് ആ ഒരു വുഡിൻ്റെ ഫിനിഷിലുള്ള ഒരു ടേബിൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ TV യൂണിറ്റിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ഡിസ്പ്ലേ യൂണിറ്റ്, അതായത് ഒരു ക്യൂരിയോ ഷെൽഫൊക്കെ വെക്കുന്ന ഒരു ഓപ്പൺ സ്റ്റോറേജും അതുപോലെ ലെഡ്ജും കൂടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ ആ ഒരു TV യൂണിറ്റിലേക്കുള്ള ആക്സസറീസും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റീരിയറിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീലിങ്ങിൽ ജിപ്സം സീലിംഗ് വിത്ത് ഒരു വുഡൻ ലാമിനേറ്റ് ഫിനിഷിലുള്ള ഒരു പാനലിംഗ് വർക്കും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ഹൈലൈറ്റ് ചെയ്യാൻ വളരെ റെയർലി കാണുന്ന രീതിയിലുള്ള ഒരു ഫോസെറ്റ് കാര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിനെ വളരെ മനോഹരമാക്കുന്ന രീതിയിലും സ്പെഷ്യലാക്കുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ. എക്സാക്ട്ലി നമ്മൾ എത്രയും മിനിമം സമയം കൊണ്ട് എൻ്റെ വൈഫ് വിഭാവനം ചെയ്ത പോലെ തന്നെ ആശയ്ക്ക് അത് ഡിസൈൻ ചെയ്യാൻ പറ്റി. ഒബ്വിയസ്ലി ഞങ്ങൾ സെലക്ട് ചെയ്തത് രമണിക്കും ഒരു ലേഡി എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് ആശ നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു. ഓഫ് കോഴ്സ് ഇവരാണ് ഇതിൻ്റെ മെയിൻ ആളുകൾ. അപ്പോൾ ഇവരുടെ ശില്പി റിക്വയർമെൻറ്റ് ചെയ്യുന്നത് രണ്ടുപേരും ലേഡി എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഇത് തുടങ്ങുമ്പോൾ തന്നെ ആശയുടെ നമ്പർ കിട്ടി. ആശയെ വിളിച്ചതിന് ശേഷം ആശയുടെ ഡിസൈൻ ടീമായിട്ട് കണക്ട് ചെയ്തു. ഡിസൈൻ ടീം ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ അതേപടി തന്നെ ഡിസൈനിങ്ങിൽ കൊണ്ടുവന്നു. വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം അവർ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ അവരതെല്ലാം കറക്റ്റ് ചെയ്ത്
നമുക്ക് വേണ്ട രീതിയിലാക്കി അധികം സമയമൊന്നും എടുക്കാതെ നമുക്ക് ഡിസൈനിങ്ങും എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നു. പിന്നെ ഓരോ ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓരോ സ്റ്റേജിലും നമുക്ക് വേണ്ട ഗൈഡൻസും നമുക്ക് ഡൗട്ട് വരുമ്പോഴെല്ലാം ക്ലിയറൻസ് എല്ലാം വിളിക്കുമ്പോൾ വന്ന് ഓരോ സ്റ്റേജും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തന്ന് എത്രയും മിനിമം സമയത്ത് നമ്മുടെ വർക്കെല്ലാം അവസാനിപ്പിച്ചു. അതേപോലെ തന്നെ ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കളർ തീംസ് എല്ലാം നമ്മൾ പറഞ്ഞ പോലെ വൈറ്റും വുഡൻ കളറും വേണം എന്നുള്ള ഇതിലാണ് നമ്മൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അതേ ഡിസൈനിൽ തന്നെ അവർ നമുക്ക് ചെയ്തു തന്നു. അതേപോലെ ഇൻബിൽട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാ സാധനങ്ങളും ഇൻബിൽട്ട് ആയിരിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ ഇൻബിൽട്ട് ഫ്രിഡ്ജ്, ഇൻബിൽട്ട് ഡിഷ് വാഷർ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തു തന്നു. ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, വർക്ക്മാൻഷിപ്പ് അതെല്ലാം എനിവൺ ക്യാൻ ടോക്ക്, ആർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞത് അതൊരു അച്ചീവ്മെൻ്റാണ്. അതിന് ഒരു 0 കംപ്ലൈൻ്റ് ആയിരുന്നു നമുക്ക്. ഇവിടെ വന്ന ആളുകളെല്ലാവർക്കും അതൊരു അതിശയമായിരുന്നു എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത്. ഓഫ് കോഴ്സ് ഡിഫറെൻറ്റ് യൂണീക്ക് തീമായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അവരിൽ നിന്നെല്ലാം റെഫറൻസ് നിങ്ങൾക്ക് കിട്ടട്ടെ. വി ആർ റെഡി ടു support you wherever required. You can bring your clients. Okay, thank you. ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും റെഫറൻസ് കൊടുക്കാൻ യാതൊരു പ്രോബ്ലം ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഇന്നത്തെ ഇൻറ്റീരിയർ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരണം. എന്താണെന്നുള്ള ആ ഒരു അഭിപ്രായങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇനിയും അങ്ങോട്ടുള്ള ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും തന്നെയാണ് ഞങ്ങളെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അതുണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്.